നമസ്കാരം. ഭാരതം ആകാശങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ്. ആകാശത്തെ ഫ്ലെക്സിംഗ് മസിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ വ്യോമസേനയെ കുറിച്ചാണ്. വ്യോമസേനയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഉള്ള നീക്കത്തിലാണ് ഭാരതം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വലിയ തോതിൽ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ F-35 വിമാനങ്ങൾ വാങ്ങാനുള്ള ഭാരതത്തിന് താല്പര്യം. ഭാരതത്തിന് എന്നും ആ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക വാസ് നോട്ട് വില്ലിംഗ് ടു പ്രൊവൈഡ് ദി ടെക്നോളജി ആൻഡ് ഓൾസോ ദ പ്രോഡക്റ്റ്. അതായത് F-16 പഴയ വിമാനമാണ്, ഇപ്പോഴും ഉണ്ട്. F-35 എന്ന് പറയുന്നത് റൈഡാറുകളെ വെട്ടിച്ച് നീങ്ങാൻ കഴിയുന്ന, റൈഡാറുകളെ താഴെ വെച്ച് എറിയൽ ഒബ്ജക്ട്സിനെ സ്കാൻ ചെയ്യുന്ന റൈഡാർസിനെ കബളിപ്പിക്കാൻ കഴിയുന്ന, അദൃശ്യമായി നീങ്ങാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുള്ള അത്യന്താധുനിക അമേരിക്കൻ വിമാനമാണ് F-35. നമുക്ക് വിമാനങ്ങളുണ്ട്, ഇന്ത്യൻ നിർമ്മിതമായ വിമാനങ്ങളുണ്ട്. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഉൾപ്പെടെയുള്ളവരുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്യുന്ന വിമാനങ്ങൾ പലപ്പോഴും ഓർഡർ അനുസരിച്ച് ലഭിക്കുന്നില്ല എന്ന് വായുസേനാ മേധാവി പലപ്പോഴും പരാതിപ്പെടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ റഷ്യയിൽ നിന്നും നമ്മൾ വിമാനങ്ങൾ, വലിയ തോതിൽ വിമാനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു. റഷ്യൻ വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യയിൽ നിർമ്മിതി കേന്ദ്രങ്ങളുമുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങളെ കുറിച്ചാണ്. മിഗ് 29 ഒക്കെ ഇന്ത്യക്ക് ഉണ്ട്. പക്ഷെ ഇന്ത്യയും റഷ്യയും തമ്മിൽ യോജിച്ച് നീങ്ങുകയാണ് അക്കാര്യത്തിൽ. പക്ഷെ അതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആണ് ഈ പറയുന്ന F-35 വിമാനങ്ങൾ. ഇന്ത്യ കുറെ കാലമായി ഡൈവേഴ്സിഫൈഡ് റൂട്ടിലാണ് നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ വിമാനങ്ങൾ വാങ്ങുന്നത്. ഫ്രാൻസിൽ നിന്നും റഫാൽ വിമാനം വാങ്ങി. അത് വളരെ സുഗമമായി ആ കരാർ മുന്നോട്ട് കൊണ്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങളും ഒക്കെ വന്നു. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഫ്രാൻസിൽ നിന്നും റഫാൽ വിമാനങ്ങളുടെ ഒരു കണ്ടിൻജന്റ് ഇന്ത്യയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് കറക്റ്റായി മുന്നോട്ട് പോകുന്നു. അതുപോലെ ബ്രിട്ടനിൽ നിന്നും ജാഗ്വാർ വിമാനങ്ങൾ, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ, അതുപോലെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട സുഖോയ് വിമാനങ്ങൾ. അപ്പൊ നമുക്ക് വ്യോമസേനയ്ക്ക് ഒരു നിരവധി വിമാനങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ആഗ്രഹിച്ചിരുന്ന F-35 വിമാനങ്ങൾ അധികം താമസിക്കാതെ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങും. അത് മോഡി ട്രംപ് കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ബാക്കിപത്രത്തിൽ ഒന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ദക്ഷിണേഷ്യയിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസ്, പ്രധാനമായും ചൈനയിൽ നിന്നും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ചലഞ്ച്, അത് ഇന്ത്യയുടെ എയർ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാക്കാനാവില്ല. നമ്മുടെ ഏരിയ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു സൈന്യം ഉള്ളത് കൊണ്ട് മാത്രമാകുന്നില്ല. നമ്മുടെ ഏരിയൽ ഡിഫൻസ് ആൻഡ് എയർ സുപ്പീരിയോറിറ്റി അയൽ രാജ്യങ്ങളുമായും പ്രത്യേകിച്ച് ചൈനീസ് അതിർത്തി മേഖലയുമായും ബന്ധപ്പെട്ട സുപ്പീരിയോറിറ്റിക്ക് ആവശ്യമായ കാര്യമാണത്. അത് മാത്രമല്ല, ചൈന വളരെ ആകാംക്ഷയോടെ, ആശങ്കയോടെയാണ് മോദിയുടെ അമേരിക്ക സന്ദർശനത്തെ കണ്ടത്. പ്രധാന കാരണം ക്വാഡിനെ കുറിച്ച് രണ്ട് നേതാക്കളും, മോദിയും ട്രംപും, ക്വാഡ്രിലാറ്ററൽ അലയൻസ് ആണല്ലോ. അതൊരു സൈനിക അലയൻസ് എന്ന് പറയാനാവില്ല. പലരും വിശേഷിപ്പിക്കുന്നത് ഏഷ്യയിലെ നെയ്റ്റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയും യൂറോപ്പിന്റെ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നുള്ള ഒരു സൈനിക കരാറും അതിനുള്ള ഉടമ്പടിയും അതിനുള്ള സഖ്യവുമാണ്. അങ്ങനെയല്ല ക്വാഡ്. പക്ഷേ നാവിക സേനകളുടെ ഏകോപനത്തിലൂടെ പരമാവധി ടെക്നോ ട്രാൻസ്ഫർ ആൻഡ് ഓൾസോ ഇക്കണോമിക് പോസിബിലിറ്റീസ് അളക്കാൻ വേണ്ടി ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ഇന്ത്യയും ഇൻഡോ പസഫിക് മേഖലയിലെ ഒരു സുരക്ഷാ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഏകോപന സംവിധാനം എന്ന നിലയിൽ ക്വാഡ് പ്രസക്തമാണ്. QUAD. അപ്പോൾ ക്വാഡിന്റെ അടുത്ത സമ്മേളനം ഭാരതത്തിൽ നടക്കുന്നു. അതിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിക്കാൻ കൂടിയാണ് നരേന്ദ്രമോദി ഈ ചർച്ച അവസരം ഉപയോഗിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തുന്നു. അത് ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആയിരിക്കും. തീയതി ഒരുപക്ഷെ നിശ്ചയിച്ചിട്ടില്ല, അതിനി അധികം താമസിക്കാതെ ഉണ്ടാകും. അപ്പൊ ചൈന വലിയ ആകാംക്ഷയിലാണ്. അത് മാത്രമല്ല, ഇൻഡോ അമേരിക്കൻ ട്രേഡ് ഒരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കുന്നു. $500 billion of trade between United States and India by the year 2030. ഇതാണ് മോദിയുടെ ഒരു
ആഗ്രഹം. ട്രംപും അത് സ്ഥിരീകരിക്കുന്ന നിലയിലാണ്. അണുവിശിഷ്ട നില കുറച്ചുകൂടി അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ വരണം എന്നതാണ് ട്രംപിന്റെ ആഗ്രഹം. മോദിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി എക്സ്പോർട്ട് പോസിബിലിറ്റീസ് അതെല്ലാം ഉണ്ടാകണം. പക്ഷേ ഇവിടെ വരുന്നത് ഡിഫൻസ് ഇറക്കുമതി വലിയ തോതിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വ്യാപാര മിച്ചം ഒരുപക്ഷെ കുറഞ്ഞു വരും. അത് ഇന്ത്യൻ റുപ്പിക്ക് വലിയ തിരിച്ചടിയാണ്. വലിയ തോതിലാണ് ഈ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞു വരും. 87 രൂപയായി മാറി ഒരു ഡോളർ. അത് ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഡോളർ കരുത്താർജിക്കുന്നു. ഭാരതം ബ്രിക്സിന്റെ ഒരു കറൻസി, കോമൺ കറൻസി വന്നാൽ അതിലേക്ക് ചേരുന്നതിനെ കുറിച്ച് അനൗപചാരികമായ ചർച്ചകൾ ഭാരതത്തിലുണ്ട്. പക്ഷേ ആ ഒരു എടുത്തുചാട്ടം ഉടനെ വേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് ഭാരതത്തിന്റെ സാമ്പത്തിക വിദഗ്ധന്മാർ. അതിനുള്ള പ്രധാന കാരണം അമേരിക്കയെ പ്രകോപിപ്പിക്കുക വഴി ലഭിക്കാവുന്ന ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ചിന്ത. അതേസമയം ആത്യന്തികമായി ഡോളറിന്റെ മേധാവിത്വം നമുക്ക് അംഗീകരിക്കാനും ആവില്ല. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നമുക്ക് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ റൂബിൾ ടേംസിൽ കച്ചവടം നടത്താൻ കഴിയുമ്പോൾ എന്തിന് ഡോളറിനെ നമ്മൾ അമിതമായി ആശ്രയിക്കുന്നു എന്ന ചിന്ത ഇന്ത്യയിൽ വ്യാപകമാണ്. പക്ഷെ ഡിഫൻസ് കോർപ്പറേഷൻ ഒരു പരിധി വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഡോളർ ടേംസിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടി വരും. അത് ചില കെട്ടുപാടുകൾ കാരണമാണ്. അതൊരു പക്ഷേ അതേക്കുറിച്ച് കൂടുതൽ വിചിന്തനം നടത്തേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇൻഡോ US ഡിഫൻസ് കോർപ്പറേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ ദക്ഷിണേഷ്യയിലെ ആകമാന ശാക്തിക സമവാക്യങ്ങൾ മാറി മറിയും. അതിനു പുറമെയാണ് ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് ട്രേഡ് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്. IMEC എന്ന് പറയും, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ. അത് അമേരിക്കയുടെ കൂടി അനുഗ്രഹ ആശംസകളോടെയാണ് 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടിയിൽ അത് പ്രഖ്യാപിച്ചത്. അത് നടപ്പാക്കാനുള്ള പൂർണ്ണ സഹകരണം അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഫ്രാൻസ് സന്ദർശനം നൽകുന്ന സൂചന അതാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ സംഭാഷണത്തിലും ഈ ട്രേഡ് കോറിഡോർ ഊന്നിപ്പറയുന്നു. അതിന്റെ സുഗമമായ നടത്തിപ്പിന് അമേരിക്കയും പങ്കാളിയാകണം. അമേരിക്കയിലേക്ക് കൂടി നീളുന്ന ഒരു വ്യാപാര പാതയാണ് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും വിഭാവനം ചെയ്തത്. അങ്ങനെ ഇന്ത്യ എന്ന ദക്ഷിണേഷ്യൻ രാജ്യം ഇൻസുലേറ്റഡ് ആയി നിൽക്കാതെ ലോക വിപണികളിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ് മോദിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഒരുക്കിയത് എന്ന് ഭംഗ്യാന്തരേണ പറഞ്ഞു വരാം. അത് ഇന്ത്യക്ക് അനുകൂലമാകുന്ന രീതിയിൽ നടത്തിയെടുക്കാനാവുമോ എന്നത് ചോദ്യചിഹ്നമാണ്. അത് മാത്രമല്ല, കടലിനടിയിലൂടെ ഒരു കേബിൾ ശൃംഖല ഇന്ത്യയും അമേരിക്കയും ബന്ധിപ്പിക്കുന്ന, അത് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും മറ്റു വലിയ വിനിമയ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം സാധ്യമാകുന്ന രീതിയിൽ അങ്ങനെ ഒരു കേബിൾ നെറ്റ്വർക്ക് കൂടി തീരുമാനമായിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യ ദക്ഷിണേഷ്യയിൽ അതിശക്തമായി ചൈനയെ കൗണ്ടർ ചെയ്യാവുന്ന, സാമ്പത്തികമായും സൈനികമായും സുരക്ഷാപരമായും ചൈനയെ കൗണ്ടർ ചെയ്യാവുന്ന ഒരു നിലയിൽ എത്തി നിൽക്കുന്നു. ഇതിനെ ആഗോള പശ്ചാത്തലത്തിൽ കാണുമ്പോൾ ചൈന സ്വല്പം ആശങ്കയിലായതുകൊണ്ടാണ് ട്രംപിന്റെ വെസ്റ്റ് ഏഷ്യ നയത്തിൽ ചൈന ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഗാസയിലെ പൂർണ്ണമായ കുടിയൊഴിപ്പിക്കൽ ചൈന അനുകൂലിക്കുന്നില്ല. അതിനെതിരെ പരസ്യമായി ചൈന രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ പരമാവധി കൂടെ നിർത്തുക, മറ്ററബ് രാജ്യങ്ങളെ കൂടെ നിർത്തുക, ഇതെല്ലാം ട്രംപിന്റെ പരിഗണന ആയതുകൊണ്ട് നമുക്ക് ട്രംപുമായി വിലപേശാൻ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ കുറച്ച് പോയിന്റുകൾ നമുക്കുമുണ്ട്. അത് മ്യൂച്വലി ബെനിഫിഷ്യൽ രീതിയിൽ നമ്മൾ ഇൻഡോ അമേരിക്കൻ ഡിഫൻസ് കോർപ്പറേഷൻ നീങ്ങണം. പാകിസ്ഥാനും സൗദി അറേബ്യയ്ക്കും മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യക്കും സ്റ്റെൽത്ത് വിമാനങ്ങൾ കൈവശം വരുമ്പോൾ ശാക്തിക സമവാക്യങ്ങളിൽ വലിയ അനുകൂല ഘടകം ഇന്ത്യക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.